പ്ലസ് ടു മാത്തമാറ്റിക്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മെട്രിക്സ് മെത്തേഡിലൂടെ സോൾവ് ചെയ്യുക. ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഏത് വേരിയബിളാണോ നിലനിൽക്കുന്നത് ആ വേരിയബിളിൻ്റെ വാല്യൂസുകൾ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് രണ്ട് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. രണ്ട് വേരിയബിളാണ് നിലനിൽക്കുന്നതെങ്കിൽ രണ്ട് ലീനിയർ ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. അല്ലെങ്കിൽ മൂന്ന് വേരിയബിൾ നിലനിൽക്കുന്നതാണെങ്കിൽ അവിടെ മൂന്ന് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കണക്ട് ചെയ്യുന്നത് AX = B എന്ന് പറഞ്ഞ രൂപത്തിലാണ്. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ X, ക്യാപിറ്റൽ B. ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സുകളെല്ലാം മെട്രിക്സുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ A എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യം അറിയണം. ക്യാപിറ്റൽ X എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് എഴുതുക എന്നറിയണം. ക്യാപിറ്റൽ B എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യം അറിയണം. ഇത് എങ്ങനെയാണ് എഴുതുക എന്ന് അറിയുന്നതിനും എങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യുക എന്ന് അറിയുന്നതിനും വേണ്ടി എക്സാമ്പിളിലൂടെയാണ് നമ്മൾ അതിൻ്റെ തിയറി ബേസ്ഡായി വരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത്. നിങ്ങളൊരു കാര്യം മാത്രം ഓർമ്മയിൽ വയ്ക്കുക. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് AX = B എന്ന് പറഞ്ഞ ഫോമിലേക്ക് എഴുതാം. AX = B എന്ന് പറഞ്ഞ ഫോമിൽ കിടക്കുന്ന ലീനിയർ ഇക്വേഷൻസുകളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല ക്യാപിറ്റൽ X = A ഇൻവേഴ്സ് B. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻസുകൾ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു കാര്യം ഒബ്സർവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ എഴുതിയിരിക്കുന്നത് കാണാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണോ നമ്മളിത് വർക്ക് ചെയ്തു പോകുന്നത് അതുപോലെയാണ് ഇനി മുൻപിലേക്ക് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ വർക്ക് ചെയ്ത് ആൻസറിലേക്ക് എത്തേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മൂന്ന് വേരിയബിൾ കാണാം, X, Y, Z. അപ്പോൾ മൂന്ന് ഇക്വേഷൻസുകൾ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. എന്തുപയോഗിച്ചുകൊണ്ടാണ് സോൾവ് ചെയ്യേണ്ടത്? മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞ ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് സോൾവ് ചെയ്യേണ്ടത്. ഇത്തരം മോഡൽ ക്വസ്റ്റ്യൻസുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വർഷം മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞ ആശയം മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊരു മെത്തേഡിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. നേരെ മെട്രിക്സ് മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. ഈ മെട്രിക്സ് മെത്തേഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്യാപിറ്റൽ A എന്ന് പറയുന്ന കാര്യം എഴുതുക. ക്യാപിറ്റൽ A എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യന്റ് ഫസ്റ്റ് കോളം. അപ്പോൾ ഏതാ വരിക? എക്സിൻ്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ ഫസ്റ്റ് കോളം എന്ത് വരും? 1, 2, 3. വൈൻ്റെ കോഎഫിഷ്യന്റ് 1, -1, -1 സെക്കൻഡ് കോളമായിട്ട് എഴുതുക. ഇസഡിൻ്റെ കോഎഫിഷ്യന്റ് 2, 3, -1. ഇസഡിൻ്റെ കോഎഫിഷ്യന്റ് മൂന്നാമത്തെ കോളമായി എഴുതുക. ഈ ഒരു രീതിയിൽ XYZ കോഎഫിഷ്യന്റുകളെ റെപ്രസെന്റ് ചെയ്യുന്ന മെട്രിക്സിനെയാണ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. ക്യാപിറ്റൽ X = ഏതാണോ വേരിയബിൾസുകൾ അതിലുള്ളത് അതിനെ കോളം മെട്രിക്സ് ആക്കി റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണ്? മെട്രിക്സ് X, Y, Z, കോമ ക്യാപിറ്റൽ B = ലീനിയർ ഇക്വേഷൻസിൻ്റെ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ കോൺസ്റ്റന്റ് ആയ നമ്പറുകൾ നിങ്ങൾക്ക് കാണാം. ആ നമ്പറുകളെ കോളമായിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ മെട്രിക്സ് 4, 9, 2. ഇപ്പോൾ ക്യാപിറ്റൽ A എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു, X പറഞ്ഞു, B എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു. നമ്മൾക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ ഏത് ഫോമിൽ എഴുതാൻ പറ്റും? AX = B എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും. A എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്, X എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്, B എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആശയത്തിൽ ബിയുമായി ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഈ രൂപത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ ആശയം മാത്രം ചിന്തിച്ച് മുൻപിലേക്ക് പോയാൽ മതി. അത്ര ഡീപ്പായിട്ടൊന്നും നിങ്ങളിവിടെ ആലോചിക്കേണ്ടതില്ല. AX = B എന്ന് പറഞ്ഞ രൂപത്തിൽ കിടക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ക്യാപിറ്റൽ X = A ഇൻവേഴ്സ് B. ഈ ഒരു ഫോർമുലയിൽ നമ്മൾക്ക് കണ്ടെത്തേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയണം. B എന്ന് പറയുന്നത്
ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ക്യാപിറ്റൽ ബി എഴുതാം. എ ഇൻവേഴ്സ് എന്ന് പറയുന്ന കാര്യം നമുക്ക് എവിടെയും തന്നിട്ടില്ല. പക്ഷേ എ എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം. എ എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള ഫോർമുല അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുകയാണ്. ആ കിട്ടിയ എ ഇൻവേഴ്സിനെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കാം. അതായത് എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ഇതതിൻ്റെ വർക്കിംഗ് റൂളാണ്. ഇനി നമ്മൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആശയം ഒന്ന് കണ്ടെത്തുവാൻ പോവുകയാണ്. എ ഇൻവേഴ്സ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തണം? ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് 1 1 2 2 -1 3 3 -1 -1. എങ്ങനെയാണ് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ റോയിലെ ആദ്യത്തെ എലമെന്റ് എഴുതുക. ആ എലമെന്റ് നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. റോ ഡിലീറ്റ് ചെയ്തു, കോളം ഡിലീറ്റ് ചെയ്തു. ബാക്കി വരുന്നത് ഡിറ്റർമിനന്റ് -1 3 -1 -1. അടുത്തത് മൈനസ് ഇടുക. ആദ്യത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റ് അതുപോലെ എഴുതുന്നു. ആ എലമെന്റ് നിൽക്കുന്ന കോളം ഡിലീറ്റ് ചെയ്യുന്നു, റോ ഡിലീറ്റ് ചെയ്യുന്നു. ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് 2 3 3 -1 പ്ലസ് മൂന്നാമത്തെ എലമെന്റ് എടുക്കുന്നു 2. 2 നിൽക്കുന്ന കോളം ഡിലീറ്റ് ചെയ്യുന്നു, റോ ഡിലീറ്റ് ചെയ്യുന്നു. ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് 2 -1 3 -1 which is equal to 1 into -1 into -1 എന്ന് പറയുന്നത് 1 മൈനസ് -1 into 3 -3 മൈനസ് 1 into 2 into -1 -2 മൈനസ് 3 into 3 9 പ്ലസ് 2 into -1 -2 മൈനസ് 3 into -1 -3 which is equal to ഇവിടെ 4 ആണ് വരിക. 4 into 1 എന്ന് പറഞ്ഞാൽ 4 തന്നെ വരുന്നു. ഇവിടെ -11 എന്ന് പറയുന്ന കാര്യമാണ് വരിക. -11 into -1 എന്ന് പറഞ്ഞാൽ +11. ഇവിടെ -2 + 3 ആണ് വരിക, അതായത് 1 ആണ് വരിക. 1 into 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 which is equal to 11 + 4 എന്ന് പറഞ്ഞാൽ 15. 15 + 2 എന്ന് പറയുന്നത് 17. അപ്പോൾ ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞ കാര്യം കിട്ടി. ഇത് 0 അല്ല എന്നുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോഫാക്ടർ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഇതിൻ്റെ ഓർഡർ 3/3 ആണ്. 3/3 ആണെങ്കിൽ കോഫാക്ടർ കണ്ടുപിടിക്കാനുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതേ രീതിയിൽ തന്നെ നമ്മൾ കോഫാക്ടേഴ്സുകൾ കാണുന്നു, അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞ കാര്യം കാണുന്നു, അതിനുശേഷം എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തുന്നു. കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്? എ എന്ന് പറഞ്ഞ മെട്രിക്സിനകത്തുള്ള നമ്പറുകൾ 4 തവണ എഴുതി സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുക. അവിടെ നിന്നും കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് 4 തവണ എഴുതുകയാണ്. 1 1 2 1 1 2 2 -1 3 2 -1 3 3 -1 -1 3 -1 -1 1 1 2 1 1 2 2 -1 3 2 -1 3 3 -1 -1 3 -1 -1. ഇപ്പോൾ ഞാൻ 4 തവണ നമ്പറുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാണ്. സ്ക്വയർ ആയി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ കോഫാക്ടേഴ്സുകളായിട്ട് കണ്ടുപിടിക്കുകയാണ്. A11 A12 A13 A21 A22 A23 A31 A32 A33. A11 കിട്ടണമെന്നുണ്ടെങ്കിൽ -1 into -1 എന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ 1 മൈനസ് -1 into 3 എന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ -3. ആൻസർ എത്ര വരിക? 4 എന്ന് പറയുന്ന കാര്യം. അടുത്തത് 3 into 3 എന്ന് പറയുന്നത് 9 മൈനസ് -1 into 2 എന്ന് പറയുന്നത് -2 which is equal to 11. A13 എന്ന് പറയുന്നത് 2 into -1 -2 മൈനസ് 3 into -1 -3 -2 + 3 ആയിട്ട് മാറും. അപ്പോൾ ആൻസർ 1 ആണ് കിട്ടുക. അടുത്തത് ചെയ്യുമ്പോൾ -1 into 2 -2 മൈനസ് 1 into -1 -1 -2 + 1 ആവും. അപ്പോൾ ആൻസർ കിട്ടുന്നത് -1. A22 എന്ന് പറഞ്ഞ ആശയം കിട്ടാൻ -1 into 1 -1 മൈനസ് 2 into 3 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. -1 -6 എന്ന് പറഞ്ഞാൽ -7. A23 കിട്ടുന്നതിന് വേണ്ടി 3 into 1 3 മൈനസ് 1 into -1 -1
അപ്പോൾ ആൻസർ എത്ര കിട്ടുന്നു? 4 കിട്ടുന്നു. A31 എന്ന് പറയുന്നത് 1 into 3 മൈനസ് 1 into 2 -2 ആൻസർ 5 വരുന്നു. 2 into 2 4 മൈനസ് 3 into 1 3 4 minus 3 എന്ന് പറഞ്ഞാൽ 1 വരുന്നു. 1 into -1 -1 minus 2 into 1 2 which is equal to -3. അപ്പോൾ നമുക്ക് എല്ലാ കോഫാക്ടേഴ്സുകളും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അഡ്ജോയിന്റ് എ എന്ന് പറയുന്നത് മാട്രിക്സ് ആദ്യത്തെ 3 നമ്പറുകൾ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതുക. 4 11 1. അടുത്ത 3 എലമെന്റ് -1 -7 4 അടുത്ത കോളമായിട്ട് എഴുതി. അടുത്ത 3 എലമെന്റ് 5 1 -3 അടുത്ത കോളമായിട്ട് എഴുതി. ഈ കിട്ടിയ മാട്രിക്സ് ആണ് അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. നമുക്കറിയാം എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കാനുള്ള ഫോർമുല അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ കിട്ടിയ മെട്രിക്സ് അതുപോലെ താഴേക്ക് ഇറക്കി എഴുതുക. 4 -1 5 11 -7 1 1 4 -3 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 17. ഇപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആശയം കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തണമെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്നുള്ള ഫോർമുല എന്താ? ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. എ ഇൻവേഴ്സ് എന്ന് പറയുന്ന കാര്യം തൊട്ട് മുമ്പേ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ആ എ ഇൻവേഴ്സ് അതുപോലെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതാനുള്ള കാര്യം എന്താണ്? ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു കോളം മെട്രിക്സ് ആണ്. 4 9 2 എന്ന് പറയുന്ന മെട്രിക്സ് ആണ് വരുന്നത്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് മെട്രിക്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം. അതിനുശേഷം കിട്ടുന്ന ആൻസറിനെ എന്ത് ചെയ്താൽ മതി? 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി? 17 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് ഒന്ന് പോവാം. ഇവിടുത്തെ ഫസ്റ്റ് റോ എടുക്കുന്നു. ഇവിടെ ആകെ ഒരു കോളേ ഉള്ളൂ. ആ കോളത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 into 4 എന്ന് പറഞ്ഞാൽ 16 പ്ലസ് -1 into 9 -9 പ്ലസ് 5 into 2 10. അതുപോലെ തന്നെ സെക്കൻഡ് റോ എടുക്കുന്നു. അതേ കോളത്തിലേക്ക് ചെയ്യുന്നു. 11 into 4 44 പ്ലസ് -7 into 9 -63 പ്ലസ് 1 into 2 2. തേർഡ് റോ എടുക്കുന്നു. കോളത്തിലേക്ക് ചെയ്യുന്നു. 1 into 4 4 പ്ലസ് 4 into 9 36 പ്ലസ് -3 into 2 -6 divided by 17 which is equal to matrix 16 plus 10 എന്ന് പറഞ്ഞാൽ 26 ആണ്. 26 minus 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17. 44 plus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46 ആണ്. 46 minus 63 എന്ന് പറയുമ്പോൾ -17. 4 plus 36 എന്ന് പറയുന്നത് 40. 40 minus 6 എന്ന് പറയുമ്പോൾ 34 divided by 17. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആൻസറുകൾ എപ്പോഴും ഡിറ്റർമിനന്റ് ചെയ്യേണ്ട വാല്യൂ എന്താണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളായിരിക്കും. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഡിവിഷൻ ആയിരിക്കും. ഒരിക്കലും എന്ത് കിട്ടില്ല? ഫ്രാക്ഷൻ നമ്പർ പോലെയുള്ള ഒരു കാര്യം അവിടെ കിട്ടുകയില്ല. ഓക്കെ, 17 എന്ന് പറയുന്നതിന് ഓരോ ടേമിനും വ്യത്യസ്തമായി നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 17/17 വരും, 1 വരും. -17/17 എന്ന് പറഞ്ഞാൽ -1 വരും. 34/17 എന്ന് പറഞ്ഞാൽ 2 വരും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന കാര്യമാണ്. ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കോളം മെട്രിക്സ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിക്കും എന്താണ്? എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം, വൈ എന്ന് പറയുന്നത് -1 ആയിരിക്കണം, ഇസഡ് എന്ന് പറയുന്നത് 2 ആയിരിക്കണം. അതോടുകൂടി നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ആശയം കണ്ടെത്തൽ കഴിഞ്ഞു. ഈ ഒരു രീതിയിലാണ് ഇത്തരം മോഡൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. കൂടുതലും 3 ഇക്വേഷനും 3 വേരിയബിളും നിലനിൽക്കുന്ന ലീനിയർ ഇക്വേഷൻസ് ആണ് തരാറുള്ളത്. അത് സോൾവ് ചെയ്യാനാണ് ചോദിക്കാറുള്ളത്. മിനിമം വെയിറ്റേജ് 4 മാർക്കാണ്, മാക്സിമം വെയിറ്റേജ് 6 മാർക്ക് വരെ കൊടുക്കാറുണ്ട്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് തൊട്ട് മുകളിൽ കണ്ടെത്തിയിട്ടുള്ള എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ആശയം ഉപയോഗിച്ചുകൊണ്ട് പാർട്ട് എയിൽ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ള എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ കാര്യം ഉപയോഗിച്ചുകൊണ്ട് താഴെയുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം സോൾവ് ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ക്യാപിറ്റൽ എ എഴുതുക, ക്യാപിറ്റൽ എക്സ് എഴുതുക, ക്യാപിറ്റൽ ബി എഴുതുക. ആ എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയാണ് നിങ്ങൾക്ക് മുകളിൽ തന്നിട്ടുണ്ടായിരിക്കുക.
അപ്പോൾ നിങ്ങൾ അത്തരം ക്വസ്റ്റ്യൻസുകൾ കാണുമ്പോൾ തന്നെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നതിലെ എ എന്ന് പറയുന്ന കാര്യം ഒന്ന് എഴുതി നോക്കുക. എഴുതി നോക്കിയാൽ അത് എന്ത് തന്നെ ആയിരിക്കും? ഈ എ തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിലുള്ള ഫോർമുല എന്താണ്? ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. എ ഇൻവേഴ്സ് എന്ന് പറയുന്ന കാര്യം ശരിക്കും ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതാണ്. ഒന്നാമത്തെ സബ് ക്വസ്റ്റിനിൽ തന്നെ എ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതേ എ ഇൻവേഴ്സ് തന്നെ നമുക്ക് എവിടേക്ക് അപ്ലൈ ചെയ്യാം? തൊട്ട് താഴേക്ക് അപ്ലൈ ചെയ്യാം. കാരണം എ എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യത്തിൽ ഒരു തവണ നിങ്ങൾ കണ്ടെത്തിയാൽ മതി. മിക്കവാറും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം എ ഇൻവേഴ്സ് എന്ന് പറയുന്ന കാര്യം താഴേക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത് എ ഇൻവേഴ്സ് കാണുന്നതിന് 3 മാർക്കും സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് 3 മാർക്കും, അങ്ങനെ 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ടാണ് കാണാറുള്ളത്. എന്തായാലും നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം എ ഇൻവേഴ്സ് കണ്ടെത്തുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിറ്റർമിനൻ്റ് എ കാണുന്നു, അതിനുശേഷം അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുന്നു, അതിനുശേഷം നമ്മൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തുന്നു. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 2 - 3 5 3 2 - 4 1 1 - 2. ഫസ്റ്റ് റോയിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. 2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് 2 - 4 1 - 2 മൈനസ് 3 ഇൻറ്റു ഡിറ്റർമിനൻ്റ് 3 - 4 1 - 2 പ്ലസ് 5 ഇൻറ്റു ഡിറ്റർമിനൻ്റ് 3 2 1 1. തൊട്ട് മുൻപേ നമ്മൾ എങ്ങനെയാണോ പറഞ്ഞിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെൻ്റ് ആണ് 2, രണ്ടാമത്തെ എലമെൻ്റ് ആണ് -3, മൂന്നാമത്തെ എലമെൻ്റ് ആണ് 5. ആദ്യത്തെ പോസിറ്റീവ്, അടുത്ത നെഗറ്റീവ്, അടുത്ത പോസിറ്റീവ്, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പിന്നെ 2 എന്ന് പറയുന്നത് നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ ഡിറ്റർമിനൻ്റ് കിട്ടുക. -3 നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ ഡിറ്റർമിനൻ്റ് കിട്ടുക. 5 എന്ന് പറയുന്ന എലമെന്റ് നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ ഡിറ്റർമിനൻ്റ് കിട്ടുക. ഇനി അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. 2 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ -4 മൈനസ് 1 ഇൻറ്റു -4 -4. 2 മൈനസ് ഉള്ളത് കൊണ്ട് അവിടെ +3 ആവും. 3 ഇൻറ്റു -2 -6 മൈനസ് 1 ഇൻറ്റു -4 -4 പ്ലസ് 5 ഇൻറ്റു 3 -2 വിച്ച് ഇസ് ഈക്വൽ ടു ഇത് -4 + 4 എന്ന് പറയുന്ന ആശയമാണ് വരിക, അതായത് 0 ആകുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം 0. -6 + 4 എന്ന് പറഞ്ഞാൽ -2 ആണ് വരിക. -2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ -6. 3 - 2 എന്ന് പറയുന്നത് 1 ആണ് വരിക. 1 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. -6 + 5 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 എന്ന് പറയുന്ന കാര്യമായിരിക്കും. ഇനി നമുക്ക് അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് എത്തണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കോഫാക്ടർ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എയിനകത്ത് കിടക്കുന്ന നമ്പറുകൾ 4 തവണ എഴുതി സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുക. ആ ഒരു ആശയമാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്. 2 - 3 5 2 - 3 5 3 2 - 4 3 2 - 4 1 1 - 2 1 1 - 2. ഇപ്പോൾ നമ്മൾ ആദ്യം എലമെൻറ്റുകളെല്ലാം അല്ലെങ്കിൽ നമ്പറുകളെല്ലാം എഴുതി, റൈറ്റ് സൈഡിലും അത് എഴുതി. അതേപോലെ താഴെയും അതിൻ്റെ റൈറ്റ് സൈഡിലും എഴുതുക. 2 - 3 5 2 - 3 5 3 2 - 4 3 2 - 4 1 1 - 2 1 1 - 2 സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം A11 എന്ന് പറയുന്ന കാര്യം 2 ഇൻറ്റു -2 -4 മൈനസ് 1 ഇൻറ്റു -4 -4 -4 + 4 ആണ് വരിക. കിട്ടുന്ന ആൻസർ 0. A12 -4 ഇൻറ്റു 1 -4 മൈനസ് -2 ഇൻറ്റു 3 -6. അപ്പോൾ -4 + 6 ആണ് വരിക, അതായത് 2 വരുന്നു. A13 ഈക്വൽ ടു 3 ഇൻറ്റു 1 3 മൈനസ് 1 ഇൻറ്റു 2 2 ഈക്വൽ ടു 1. അടുത്തത് A21 1 ഇൻറ്റു 5 5 മൈനസ് -3 ഇൻറ്റു -2 + 6 5 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1. A22 ഈക്വൽ ടു -2 ഇൻറ്റു 2 -4 മൈനസ് 5 ഇൻറ്റു 1 5 -4 - 5 എന്ന് പറഞ്ഞാൽ -9. A23 ഈക്വൽ ടു 1 ഇൻറ്റു -3 -3 മൈനസ് 2 ഇൻറ്റു 1 2 ഈക്വൽ ടു -5. A31 ഈക്വൽ ടു -3 ഇൻറ്റു -4 എന്ന് പറഞ്ഞാൽ +12 മൈനസ് 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 വിച്ച് ഇസ് ഈക്വൽ ടു 2. A32 5 ഇൻറ്റു 3 15 മൈനസ് -4 ഇൻറ്റു 2 -8 അഡീഷൻ വരും, അപ്പോൾ 23 ആയി മാറും. A33 ഈക്വൽ ടു
2 into 2 4 minus 3 into minus 3 minus 9. 4 plus 9 ആയിട്ട് മാറും. അത് 13 എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറുന്നു. ഇപ്പോൾ എല്ലാ കോഫാക്ടറുകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അഡ്ജോയിന്റ് എ എന്ന് പറയുന്ന കാര്യം പറയാം. അപ്പോൾ നമ്മളിവിടെ അഡ്ജോയിന്റ് എ എന്ന് പറയുന്ന കാര്യം ഒന്ന് എഴുതുകയാണ്. അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞ കാര്യം എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 നമ്പറുകൾ കോളമായിട്ട് എഴുതുക. 0 2 1. അടുത്ത 3 നമ്പർ -1 -9 -5 അടുത്ത കോളമായിട്ട് എഴുതി. അടുത്ത 3 നമ്പറുകൾ 2 23 13 2 23 13 അടുത്ത കോളമായിട്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അഡ്ജോയിന്റ് എ എന്ന് പറയുന്ന ആശയം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം? എ ഇൻവേഴ്സ് എന്ന് പറയുന്ന കാര്യം ഫോർമുല എന്താ? അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. അഡ്ജോയിന്റ് എ എന്ന് പറയുന്ന കാര്യം എന്താണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്? മാട്രിക്സ് 0 -1 2 2 -9 23 1 -5 13 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് -1. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആവശ്യം വരെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബിയിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം സോൾവ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ തൊട്ട് മുൻപേ നമ്മൾ കണ്ടെത്തിയ എ ഇൻവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് നിങ്ങൾ എഴുതിയാൽ നമുക്ക് തന്നിരിക്കുന്നത് മെട്രിക്സ് തന്നെയാണ് കിട്ടുക. പിന്നെ അതിൻ്റെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിലുള്ള ഫോർമുല ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണ്. അതിലെ എ ഇൻവേഴ്സ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ആ എ ഇൻവേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്പറുകളെ കോളം മെട്രിക്സ് ആക്കി റെപ്രസെന്റ് ചെയ്യുക. അതായത് 11 -5 -3 which is equal to മുൻപത്തെ ക്വസ്റ്റനിൽ ചെയ്ത അതേപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യം ചെയ്യുക. അതിനുശേഷം -1 ഓരോ ടൈമിലേക്കായിട്ട് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോ എടുക്കുന്നു, കോളത്തിലേക്ക് ചെയ്യുന്നു. 0 × 11 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് -1 × -5 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 2 × -3 എന്ന് പറയുന്നത് -6. അടുത്തത് 2 × 11 എന്ന് പറഞ്ഞാൽ 22 പ്ലസ് -9 × -5 എന്ന് പറയുന്നത് +45 23 × -3 എന്ന് പറയുന്നത് -69. മൂന്നാമത്തെ റോ കോളത്തിലേക്ക് ചെയ്യുമ്പോൾ 1 × 11 11 പ്ലസ് -5 × -5 +25 13 × -3 -39 ഡിവൈഡഡ് ബൈ -1 വിച്ച് ഇസ് ഈക്വൽ ടു മെട്രിക്സ് 5 + -6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 വരുന്നു. 45 + 22 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 67 ആണ് വരിക. 67 - 69 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2. 11 + 25 എന്ന് പറഞ്ഞാൽ 36 ആണ് വരിക. 36 - 39 എന്ന് പറഞ്ഞാൽ -3 വരുന്നു. ഓൾ ഡിവൈഡഡ് ബൈ -1. ഓരോ ടൈമിനെയും -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 3. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കോളം മാട്രിക്സ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2, ഇസഡ് ഈക്വൽ ടു 3. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെയും നിങ്ങൾക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് മെട്രിക്സ് മെത്തേഡിലൂടെ സോൾവ് ചെയ്യണം. ഇങ്ങനെ മെട്രിക്സ് മെത്തേഡിലൂടെ സോൾവ് ചെയ്യാൻ മാത്രമായിട്ട് പറഞ്ഞ് 6 മാർക്കിൻ്റെ വെയിറ്റേജിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക. എക്സ് എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ഫസ്റ്റ് കോളം ആക്കുക, 1 2 1. വൈ എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റ് സെക്കൻഡ് കോളം 1 3 -1. ഇസഡ് എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റ് തേർഡ് കോളം 1 -1 1. എക്സ് ഇസ് ഈക്വൽ ടു വേരിയബിൾസുകളെ കോളം മെട്രിക്സ് ആക്കി എഴുതുക. ബി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആ നമ്പറുകളെ കോളം മെട്രിക്സ് ആക്കി റെപ്രസെന്റ് ചെയ്യുക. ഇതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്ന കാര്യം കാണുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എ ഇൻവേഴ്സ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഡിറ്റർമിനന്റ് 1 1 1 2 3 -1 1 -1 1 ഈക്വൽ ടു 1 ഇൻറ്റു ഡിറ്റർമിനന്റ് 3 -1 -1 1 മൈനസ് 1 ഇൻറ്റു ഡിറ്റർമിനന്റ് 2 -1 1 1 പ്ലസ് 1 ഇൻറ്റു ഡിറ്റർമിനന്റ് 2 3 1 -1 which is equal to 1 into 3 minus 1 minus 1 into 2 minus minus 1 plus 1 into minus 2 minus 3 which is equal to 1 into 2 ആണ് വരിക, 2 വരുന്നു. ഇവിടെ 3 ആണ് വരിക, 3 into minus 1 എന്ന് പറഞ്ഞാൽ -3 വരുന്നു. ഇവിടെ -5 ആണ് വരിക, -5 into 1 എന്ന് പറഞ്ഞാൽ -5 തന്നെ വരുന്നു. അതായത് 2 minus 8 which is equal to -6 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ കാര്യം കണ്ടെത്താവുന്നതാണ്. അതിൻ്റെ അർത്ഥം
ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്ജോയിൻറ്റ് എ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് ഒന്ന് പോകുന്നു. അത് കണ്ടെത്തുന്നതിന് വേണ്ടി കോഫാക്ടർ എന്ന് പറഞ്ഞ ആശയം കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കോഫാക്ടർ കണ്ടെത്തുന്നതിന് വേണ്ടി എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ എലമെൻറ്റുകളെ 4 തവണ എഴുതി സ്ക്വയറായി കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഓരോ കോഫാക്ടേഴ്സുകളായിട്ട് കണ്ടുപിടിക്കുകയാണ്. A11 ഈക്വൽ ടു 3 ഇൻറ്റു 1 3 മൈനസ് 1 ഇൻറ്റു -1 പ്ലസ് 1 ആണ് വരിക. 3 - 1 എന്ന് പറഞ്ഞാൽ 2 കിട്ടുന്നു. A12 ഈക്വൽ ടു -1 ഇൻറ്റു 1 -1 മൈനസ് 1 ഇൻറ്റു 2 2 വിച്ച് ഇസ് ഈക്വൽ ടു -3. A13 ഈക്വൽ ടു 2 ഇൻറ്റു -1 -2 മൈനസ് 1 ഇൻറ്റു 3 3 വിച്ച് ഇസ് ഈക്വൽ ടു -5. A21 ഈക്വൽ ടു -1 ഇൻറ്റു 1 -1 മൈനസ് 1 ഇൻറ്റു 1 1 ഈക്വൽ ടു -2. A22 ഈക്വൽ ടു 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു 1 1 1 മൈനസ് 1 എന്ന് പറയുന്നത് 0. A23 ഈക്വൽ ടു 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു -1 -1 ഈക്വൽ ടു 2. A31 ഈക്വൽ ടു 1 ഇൻറ്റു -1 -1 മൈനസ് 3 ഇൻറ്റു 1 3 which is equal to -4. A32 equal to 1 into 2 2 minus -1 into 1 -1 which is equal to 3. A33 equal to 1 into 3 3 minus 2 into 1 2 3 minus 2 എന്ന് പറഞ്ഞാൽ 1. എല്ലാ കോഫാക്ടേഴ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം, അഡ്ജോയിന്റ് എ എന്ന് പറയുന്നത് മെട്രിക്സ് ആദ്യത്തെ 3 നമ്പറുകൾ ആദ്യത്തെ കോളം 2 -3 -5, അടുത്ത 3 നമ്പറുകൾ -2 0 2 അടുത്ത കോളം, അടുത്ത 3 നമ്പർ -4 3 1 അടുത്ത കോളം. ഇപ്പോൾ നമ്മൾക്ക് അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞ കാര്യം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഫോർമുല പ്രകാരം അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. അഡ്ജോയിന്റ് എക്ക് പകരം 2 -2 -4 -3 0 3 -5 2 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞ ആശയം നമുക്ക് കിട്ടിയിരുന്നത് -6. അപ്പോൾ എ ഇൻവേഴ്സ് വരെ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞു. ഇനി സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫോർമുല എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്നതാണ്. ഇതിലെ എ ഇൻവേഴ്സ് എന്നതിന് പകരം 2 -2 -4 -3 0 3 -5 2 1 ഡിവൈഡഡ് ബൈ -6 ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ് 1 6 -1. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ ആദ്യം ചെയ്യാണ്. 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് -2 ഇൻറ്റു 6 -12 പ്ലസ് -4 ഇൻറ്റു -1 പ്ലസ് 4. ഇപ്പോൾ ഫസ്റ്റ് റോ ഉപയോഗിച്ചു, ഫസ്റ്റ് കോളത്തിൽ അല്ലെങ്കിൽ ആകെ ഒരു കോളേ ഉള്ളൂ, ആ കോളത്തിലേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ എടുക്കുക. -3 ഇൻറ്റു 1 -3 പ്ലസ് 0 ഇൻറ്റു 6 0 പ്ലസ് 3 ഇൻറ്റു -1 -3. അടുത്തത് തേർഡ് റോ എടുക്കുക, കോളത്തിലേക്ക് ചെയ്യുക. -5 ഇൻറ്റു 1 -5 പ്ലസ് 2 ഇൻറ്റു 6 12 പ്ലസ് 1 ഇൻറ്റു -1 -1 ഡിവൈഡഡ് ബൈ -6 ഇറ്റ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 6 വരും. 6 - 12 എന്ന് പറയുന്നത് -6. -3 -3 എന്ന് പറയുമ്പോൾ -6 വരും. പിന്നെ നിൽക്കുന്നത് 0 ആണ്. -5 -1 എന്ന് പറഞ്ഞാൽ -6 ആണ് വരിക. -6 പ്ലസ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വരുന്നു. ഡിവൈഡഡ് ബൈ -6. ഓരോ ടേമിനെയും നമ്മൾ -6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആദ്യത്തത് 1 വരുന്നു, അടുത്തത് 1 വരുന്നു, അടുത്തത് -1 എന്ന് പറഞ്ഞ കാര്യം വരുന്നു. അതായത് എക്സ് എന്ന് പറയുന്നത് 1, വൈ എന്ന് പറയുന്നത് 1, ഇസഡ് എന്ന് പറയുന്നത് -1. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. Solve the following system of equations. 2x plus 5y equal to 1, 3x plus 2y equal to 7. ഇവിടെ 2 ഇക്വേഷനേ ഉള്ളൂ. 2 ഇക്വേഷൻ ഉള്ളപ്പോൾ തന്നെ അവിടെ വേരിയബിൾ 2 എന്ന് പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. മുൻപ് എങ്ങനെയാണോ നമ്മൾ സോൾവ് ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാണ്. എക്സിൻ്റെ കോഎഫിഷ്യൻസുകൾ അതായത് 2 3, വൈൻ്റെ കോഎഫിഷ്യൻസുകൾ 5 2. വൈ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതി. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നതിൽ 2 വേരിയബിളേ വരുള്ളൂ, എക്സും വൈയും. അത് കോളമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ബി എന്ന് പറയുന്നത് മെട്രിക്സ് 1 7. നമുക്കിനി വേണ്ടത് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ കാര്യമാണ്. അതിനുവേണ്ടി ആദ്യം ഡിറ്റർമിനന്റ് എ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഡിറ്റർമിനന്റ് 2 5 3 2. 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 മൈനസ് 3 ഇൻറ്റു 5 എന്ന് പറയുന്നത് 15 വിച്ച് ഇസ് ഈക്വൽ ടു -11. ഇത് 0 അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം, എ ഇൻവേഴ്സിന് ആണെങ്കിൽ അഡ്ജോയിൻ്റ് എ വേണം. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്.
അഡ്ജോയിന്റ് എ എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ഒബ്സർവ് ചെയ്യുമ്പോൾ അത് 2/2 ഓർഡറിലാണ്. 2/2 ഓർഡറിൽ കിടക്കുന്ന മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? നമ്മൾ മെയിൻ ഡയഗണലിലുള്ള എലമെന്റുകളിലെ ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. ഇന്റർചേഞ്ച് ചെയ്താൽ എങ്ങനെ കാണാം? മുൻപേ കണ്ട അതേപോലെ തന്നെയാണ് കാണുന്നത്. അല്ലാതെ വരുന്ന ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നതിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ +3 ആണ്, ഇവിടെ ഇപ്പം എന്താവും -3 ആണ്. ഇവിടെ +5 ആണ്, ഇവിടെ ഇപ്പം എന്ത് വരും? -5 എന്ന് പറഞ്ഞ ആശയം വരുന്നു. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന കാര്യം എന്താണ്? അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞാൽ 2 - 5 -3 2 ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് -11. ഇനി ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ക്യാപിറ്റൽ X = A ഇൻവേഴ്സ് B. എ ഇൻവേഴ്സ് എന്നതിന് പകരം 2 - 5 -3 2 ഡിവൈഡഡ് ബൈ -11 ഇൻറ്റു ബി എന്ന് പറഞ്ഞ മെട്രിക്സ് 17. മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 2 × 1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് -5 × 7 എന്ന് പറഞ്ഞാൽ -35. -3 × 1 എന്ന് പറയുന്നത് -3 പ്ലസ് 2 × 7 എന്ന് പറയുന്നത് 14 ഡിവൈഡഡ് ബൈ -11 which is equal to matrix -33 11 divided by -11. -11 കൊണ്ട് ഓരോ കാര്യത്തിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ which is equal to matrix -33നെ -11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടുന്നു. 11 എന്ന് പറയുന്നതിനെ -11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 കിട്ടുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ക്യാപിറ്റൽ X = എന്ന് പറഞ്ഞാണ് കിട്ടിയിരിക്കുന്നത്. അതായത് x എന്ന് പറയുന്നത് 3 ആണ്, y എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷനും രണ്ട് വേരിയബിളും മാത്രം നിലനിൽക്കുമ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ ഓർഡർ 2/2 ആണ്. മുൻപേ നമ്മൾ ചെയ്ത ചോദ്യങ്ങളിലെല്ലാം എ എന്ന് പറയുന്നതിൻ്റെ ഓർഡർ 3/3 ആണ്. 3/3 ആണ് കൂടുതൽ നമുക്ക് ചോദിക്കാറുള്ളത്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുമ്പിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 3 ക്വസ്റ്റ്യനിലും എ എന്ന് പറയുന്നത് 3/3 ഓർഡറിലുള്ളതാണ്. 3/3 ഓർഡറിൽ വരുന്നതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ക്ലാസ് എടുത്തത്. ഇതേ 3 ചോദ്യം തന്നെ നിങ്ങൾ തനിയെ എടുത്തതിന് ശേഷം ആൻസറുകൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് തനിയെ വർക്കൗട്ട് ചെയ്തിട്ട് ഇതേ ആൻസറിലേക്ക് തന്നെ എത്താൻ വേണ്ടി പറ്റണം. അത് നിങ്ങൾ വീഡിയോ ആദ്യം കൃത്യമായി ഒബ്സർവ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ മാത്രം എടുത്തുകൊണ്ട് ബാക്കി നിങ്ങൾ തനിയെ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്തിട്ട് മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടി വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ മിസ്റ്റേക്കുകൾ ഇപ്പോൾ തന്നെ നമ്മൾ ഓവർകം ചെയ്താൽ മാത്രമേ എക്സാമിനേഷൻ വരുമ്പോഴേക്കും നമുക്ക് ഒരു മിസ്റ്റേക്കും വരാത്ത രീതിയിൽ ഈ ഭാഗത്തു നിന്നുള്ള മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഈ സെക്ഷനിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 6 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഞാൻ പറഞ്ഞ ഏറ്റവും മിനിമം വെയിറ്റേജ് 4 ആണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് മാക്സിമം വെയിറ്റേജ് ഇടാനാണ് സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ 3 ചോദ്യം നല്ലതുപോലെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എന്റെ ഓർഡർ എന്ത് വരുന്നു? 2/2 ഓർഡറിലേക്ക് പോകുന്നു എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. 2/2 ഓർഡറിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടി പറ്റും. കാരണം അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കുറയുന്നത് എവിടെയാണ്? അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കുന്നതിൻ്റെ അവിടെയാണ്. സ്റ്റെപ്സുകളൊക്കെ ഒരേപോലെയാണെങ്കിലും അഡ്ജോയിന്റ് എ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. എപ്പോൾ? 2/2 ഓർഡറിൽ മെട്രിക്സ് വരുമ്പോൾ. എന്നാൽ 3/3ലേക്ക് പോകുമ്പോൾ നമ്മൾ കോഫാക്ടർ കണ്ടെത്തേണ്ടി വരും. കോഫാക്ടർ കണ്ടുപിടിക്കാൻ ഏത് മെട്രിക്സിൻ്റെ ആണോ അഡ്ജോയിന്റ് കണ്ടെത്തേണ്ടത് ആ മെട്രിക്സിൻ്റെ കോഫാക്ടറിലേക്ക് എത്തുന്നതിന് വേണ്ടി അതിലെ എലമെൻറ്റുകൾ 4 തവണ എഴുതുന്നു, സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നു, അതിനുശേഷം കോഫാക്ടേഴ്സുകൾ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അഡ്ജോയിന്റിലേക്ക് പോകുന്നു. അപ്പോൾ സ്റ്റെപ്പുകളുടെ ഒരു ഡിഫിക്കൽറ്റി അവിടെ കൂടി വരുന്നുണ്ട്. പക്ഷേ 2/2 ഓർഡറിൽ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന വെയിറ്റേജ് അല്ല 3/3 ഓർഡർ വരുമ്പോൾ ഉണ്ടാകുന്ന വെയിറ്റേജ്. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കൂടുതലും 3/3 ഓർഡറിൽ മെട്രിക്സ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. എന്തായാലും ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. നമ്മുടെ ക്ലാസ്സുകളിൽ എടുത്തു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അതുപോലെ നിങ്ങൾ ചെയ്തു പഠിക്കുക. ഇനി അതിനുള്ള സമയം മാത്രമേ ഉള്ളൂ. അത് മിസ്റ്റേക്ക് കൂടാതെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ രൂപത്തിൽ അല്ലെങ്കിൽ ഇതേ മോഡലിൽ വരുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കൃത്യമായി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.